ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഓൾ ക്ലിയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഊണൊക്കെ കഴിച്ചു എല്ലാവരും? പേനയും പേപ്പറൊക്കെ ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. വേണ്ടേ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ഫ്രാക്ഷൻ, വാട്ട് ഈസ് ദ റിസൾട്ട്? ഇതിനെ ഫ്രാക്ഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറ 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 പെട്ടെന്ന് പറ. ഇതിനെ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റേതായിട്ട് വരുന്നത്? ചില ആൾക്കാരൊക്കെ ഇതിനെ പേന കാണുന്നില്ല. ഓക്കെ, ചില ആളുകളൊക്കെ പറയും ഡെസിമൽ ഉള്ളത് കൊണ്ട് 29 അപ്പോൾ 6 ഡെസിമൽ ഉള്ളതുകൊണ്ട് ഡിവൈഡ് ബൈ 1 2 3 4 5 6 ഇങ്ങനെ എഴുതാമെന്ന് വിചാരിക്കും. ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇത് തെറ്റാണ്. നിങ്ങൾ ഈ ഡെസിമൽ കണ്ടോ? ഈ ഡെസിമലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. റെക്കറിങ് ഡെസിമൽ എന്ന് പറയുന്നത് എന്താ പറയും? റെക്കറിങ് ഡെസിമൽ. 29 എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകും. അതിനെയാണ് റെക്കറിങ് ഡെസിമൽ എന്ന് പറയുന്നത്. റെക്കറിങ് ഡെസിമൽ വരികയാണെങ്കിൽ അതിൽ 29 ആണല്ലോ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 29 ഡിവൈഡഡ് ബൈ എത്രയാണ്? 99 ആണ്. അത്രേ ഉള്ളൂ. 29 ഡിവൈഡ് ബൈ 100 പോലും അല്ല, 29 ഡിവൈഡ് ബൈ 99. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ 529 ഇത് ഇങ്ങനെ വന്നായിരുന്നു. ഇതിൻ്റെ ആൻസർ എന്താ വരും? ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആരാന്ന് നോക്കിയാൽ മതി. 529 ഡിവൈഡ് ബൈ 99 അല്ല, ഇത് 3 ഡിജിറ്റുള്ള സാധനമാണ്. അതായത് 999. ഇതാണ് അതിൻ്റെ ആൻസർ. ഇത്രേ ഉള്ളൂ. റെക്കറിങ് ഡെസിമൽസ് എന്ന് പറയും. ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സെറ്റപ്പിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ തുടങ്ങുമ്പം വളരെ സിമ്പിളായിട്ട് തുടങ്ങണമല്ലോ, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് കൊടുത്തേ. ഓക്കെ, വാട്ട് ഈസ് ദ സ്മാളസ്റ്റ് പോസിറ്റീവ് നമ്പർ ദാറ്റ് ക്യാൻ ബി ആഡഡ് ടു 2488? സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3 4 5. 3 കൊണ്ട് 2488 എന്ന് പറയുന്ന സംഖ്യയെ 2488 എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാൽ നമുക്ക് ആ സംഖ്യയെ 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 2488 എന്ന് പറയുന്ന സംഖ്യയെ അല്ലെങ്കിൽ ആ സംഖ്യയോട് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഖ്യ കൂട്ടിയാൽ നമുക്ക് 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഓരോന്നും എടുത്ത് വെച്ച് ഹരിച്ച് നോക്കേണ്ടി വരുമായിരിക്കും അല്ലേ? വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇവിടെ ആകെപ്പാടെ 3 4 5 6 ഉണ്ട്. ഇവന്മാരുടെ LCM അങ്ങ് കണ്ടുപിടിക്കണം. ഇവന്മാരുടെ LCM കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം ട്രിക്കുകൾ പറഞ്ഞു തന്നെയാണ്. ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ ക്ലാസ് തൊട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇതിൻ്റെ LCM ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. 6നെ 3 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 6 × 2 നോക്കിക്കേ, 12. 12നെ 6 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 6 × 3 നോക്കിക്കേ, 18. 18നെ 6 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 6 × 4 നോക്കിക്കേ, 24. 24നെ 6 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 6 × 5 30. 30നെ 3 കൊണ്ട് ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല.
അപ്പോൾ എത്ര വരും? 30 കഴിഞ്ഞാൽ 360. ഇപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിളാണ്. ഇപ്പോൾ 5 ഉണ്ട്, 5ൻ്റെ മൾട്ടിപ്പിൾ വരണം. 30 കഴിഞ്ഞാൽ പിന്നെ 5ൻ്റെ മൾട്ടിപ്പിൾ ഇതുമാരെയൊക്കെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഐഡിയ ഉണ്ട്. ഇതെല്ലാം ഐഡിയകളാണല്ലോ. റിവിഷൻ ക്ലാസ് ആകുമ്പോൾ നമ്മൾ പല ഉടായ്പകളും പറയുന്നത്. അത് നോക്കിക്കോ. 3, 4, 5, 6. ഏറ്റവും വലിയ സംഖ്യ 6ആണ്. 6 × 2 നോക്കിക്ക് 12. 12 കൊണ്ട് 6 ഹരിക്കാം, 3 ഹരിക്കാം, 4 ഹരിക്കാം. പക്ഷേ 12 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 12 × 2 നോക്കിക്ക്. സോറി, 12 × 2 വേണ്ട, അതല്ലേ വേണ്ട. നിങ്ങളെ ഇരുത്ത് വെറുതെ നിങ്ങളെ എന്തിനാണ് ഞാൻ വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നത്? 3, 4, 5, 6. ഇപ്പോൾ ഇവന്മാരുടെ LCM ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, വിളിക്കാം. അപ്പോൾ 3, 4, 5, 6. നമ്മൾ 30 വരെ ചെയ്ത് നോക്കിയായിരുന്നു. നമ്മൾ ആ മൈൻഡിലോട്ട് വരണം. 30 വരെ ചെയ്ത് നോക്കി, 30 പറ്റത്തില്ല. 30 കഴിഞ്ഞാൽ പിന്നെ 60 നോക്കിക്കേ. 60. ഇതിൻ്റെ LCM നിങ്ങൾക്ക് എത്ര കിട്ടിയത്? ഇതിൻ്റെ LCM എത്ര കിട്ടിയത്? അത് പറ. നിങ്ങൾക്ക് ഇതിൻ്റെ LCM എത്ര? LCM 60 വരുന്നത് കേട്ടോ. ഇതിൻ്റെ LCM എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സംഖ്യയുടെ LCM എടുക്കുക. ഇനി LCM ഒന്നും എടുക്കാൻ എനിക്കറിയത്തില്ല സാറേ എന്ന് പറയുന്നവരോട് 3, 4, 5, 6 ഇവന്മാരുടെ LCM എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുക. 3, 4, 5, 6 കൂടെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇവിടെ ഇല്ല. 4, 6 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ട് 2. 2 കൊണ്ട് 3 പറ്റത്തില്ല, 3 താത്തിറക്കി. 4 2 2. 5 പറ്റത്തില്ല, 3. അപ്പം 3, 2, 6, 30, 90, 180 വരും. അതും നോക്കിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എന്തോ വരും? 15, 2, 30, 3, 9, 9, 2, 18, 180 വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതിനകത്ത് എന്താണ്? കാൽക്കുലേറ്റീവാണ്. അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ LCMനകത്ത് ഈ 30 വരുമ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം 30 വന്നിട്ട് നടക്കുന്നില്ല. 30 വന്നിട്ട് നടക്കാത്തതിന് കാരണം എന്താ? ഈ 4 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട്. 30 കഴിഞ്ഞാൽ പിന്നെ 60 നോക്കാം. 60 നോക്കുമ്പോൾ 6 കൊണ്ട് പറ്റും, 5 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 60. ഓക്കെ, ഇതിനെ 60 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. 24, 88 60 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ LCM എടുത്തിട്ട് 4, 6, 24, 240. 8 താത്തിറക്കി, 8 1 6 6. ലാസ്റ്റ് 28. 28. What is the smallest positive number that can be added to 2488 എന്നാണ് പറയുന്നത്. ആഡഡ് ടു, ഇതിനെ ആഡ് ചെയ്യണം. ഇതിനകത്ത് ആഡ്, ഇപ്പോൾ 28 ആൻസർ. ഉടനെ 28 വന്നു എന്നും പറഞ്ഞ് 28ലേക്ക് പോകരുത്. 28 ആൻസർ. പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 60 ആയിരുന്നെങ്കിൽ അതിനെ ഒരു 60 എന്നും പറഞ്ഞ് എഴുതാമായിരുന്നു. അപ്പോൾ ഇത് 60 ആവണമെന്നുണ്ടെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ നോക്കിക്കേ. ശിഷ്ടം 20 വന്ന് കിടക്കുക. ഇത് 60 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 60 എന്ന് പറയും. ഇത് 60 ആവാനായിട്ട് എത്ര കൂട്ടണം? 32 കൂടെ കൂട്ടണം. 32 കൂടെ കൂട്ടിയാലേ നമുക്കത് 60 ആവത്തുള്ളൂ. ഒരു 60 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതിയാൽ തീരാം. അപ്പോൾ എത്രയാണ്? 32 ആൻസർ വരുന്നത്. ആർക്കെങ്കിലും കിട്ടിയായിരുന്നു 32? അർജുൻ ഹരിദാസ് കിട്ടിയിട്ടുണ്ട്. ഷാനോ പറയുന്നുണ്ട് 32. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ LCM കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് കൂട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ ആക്കാൻ ഇനി എത്രയും കൂടെ വരണം. ഇപ്പോൾ ഇതിവിടെ 60 ഇവിടെ 60 ആവാനായിട്ട് 32 കൂടിയാൽ മതി. ഇനി ഏത് സംഖ്യ കുറയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 കുറച്ചാൽ മതി. വാട്ട് നമ്പർ ക്യാൻ ബി സബ്സ്ട്രാക്റ്റഡ്, കുറയ്ക്കണം എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഈ ശിഷ്ടം അങ്ങ് കുറച്ചാൽ മതി. അന്നേരം 0 ആവുമല്ലോ.
അപ്പോൾ 28 കുറച്ചാൽ മതി. പക്ഷേ ഏത് സംഖ്യ കൂട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന സംഖ്യ ആകാനായിട്ട് ഇവിടെ എത്ര കൂടണം, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 0.4⁻1.5? പറഞ്ഞോ സാർ, വോയിസ് കട്ടായി പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം കട്ടാവുന്നുണ്ടോ? ഹലോ ചെക്ക്. ഹലോ ചെക്ക്. കട്ടാവുന്നു. വിഘ്നേഷേ കട്ടാവുന്നുണ്ടോ? ഇപ്പോൾ ഷാനോ കട്ടാവുന്നുണ്ടോ? ഇപ്പോൾ കട്ടാവുന്നുണ്ടോ? ഉണ്ട്, ഇല്ല, ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനൊന്ന് ടെക്നീഷ്യനെ ഒന്ന് വിളിക്കട്ടെ. വോയിസ് കട്ടായി പോകുന്നു. ഇപ്പോൾ കേൾക്കാവോ ഷാനോ, അതുൽ, അബി? ഇപ്പോൾ കേൾക്കാവോ? സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ടെസ്റ്റ് ചെയ്യുകയാണോ, അതാ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നോക്കിയോ, 0.04 ഓൾ റൈസ് ടു 0.04 ഓൾ റൈസ് ടു -1.5. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിനെ മൈനസ് മാറണമെന്നുണ്ടെങ്കിൽ ഇതിനെ തിരിച്ചിടണം. തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ 1/0.04 ഓൾ റൈസ് ടു 1.5. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ 0.04നെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പഠിച്ചോണം. 1/25. 0.04നെ നമ്മൾ എങ്ങനെ എഴുതും? 1/25 എന്ന് എഴുതും. അപ്പോൾ അതാ നോക്കിക്കോ, 1/25 ഓൾ റൈസ് ടു 1.5. ഓക്കെ, ഓക്കെ, ഇതാ നോക്കിക്കും. 1/25 ഓൾ റൈസ് ടു 1.5നെ 3/2 എന്നെടുക്കും. ഇതിനെ തിരിച്ചിട്ടാൽ പവർ ഓപ്പോസിറ്റ് ആവും. അതാ ഇതിനെ തിരിച്ചിട്ടപ്പോൾ പവർ ഓപ്പോസിറ്റായി. ഇതിനെ തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ 1/0.04 പവർ ഓപ്പോസിറ്റായി. ഇപ്പോൾ മൈനസ് ആയിരുന്നു, ഇവിടെ പ്ലസ് ആയി. ഇതിനെ വീണ്ടും തിരിച്ചിട്ടാൽ പവർ വീണ്ടും ഓപ്പോസിറ്റ് ആവും. ഇതിനെ തിരിച്ചിട്ട് 1/1/25നെ ഒന്ന് തിരിച്ചിടുമ്പോൾ 25.
1/25 തിരിച്ചിട്ടാൽ 25 അല്ലേ വരുന്നത്. അന്നേരമേ പവർ നേരെ ഓപ്പോസിറ്റ് ആവും, 2/3 ആവും. ഓക്കെ ഓക്കെ ആണോ? അല്ലല്ല, ഇവിടെ ഒരു ഡൗട്ടുണ്ട്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വരില്ല. ഇപ്പോൾ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. അടുത്ത സ്റ്റെപ്പ് പറയാൻ പോയപ്പോൾ ഇപ്പോൾ 1/1/25 എന്ന് പറഞ്ഞാൽ 25. 1/1/25 എന്ന് പറഞ്ഞാൽ 25 all raised to 3/2. പഴയതുപോലെ ആക്കണമല്ലോ. ഇനി 25 എന്ന് പറയുന്നത് എന്താണ്? 5 സ്ക്വയറിനെയാണ് 25 എന്ന് പറയുന്നത്. ദ ഹോൾ റൈസ് ടു 3/2. എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എം എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എം എൻ എന്നാണ് അർത്ഥം. അപ്പം 5 റൈസ് ടു 3/2 ഇൻറ്റു 2. 5 ക്യൂബാണ് വരുന്നത്, 125. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം, നോക്കിക്കോ. പുതിയ ക്വസ്റ്റ്യനാണ്, ഞാൻ ഇവിടുന്ന് തപ്പിയെടുത്ത് പറഞ്ഞത്. 0.04 ഓൾ റൈസ് ടു -1.5. ഈ മൈനസ് പോകാൻ വേണ്ടി ഞാനൊന്ന് തിരിച്ചിടുക, പിന്നീട് മറിച്ചിട്ടോണം. ഇത് പോകാൻ വേണ്ടി ഞാനൊന്ന് തിരിച്ചിടുക, തിരിച്ചിട്ടാൽ പിന്നീട് മറിച്ചിട്ടോണം. 1/0.04 ഹോൾ റൈസ് ടു 1.5 തിരിച്ചിട്ട് കഴിയുമ്പോൾ പവർ ഓപ്പോസിറ്റായി. ഇത് തിരിച്ചിട്ടതാ, ഇനി ആവശ്യം കഴിഞ്ഞ് പഴയ രീതിയിലാക്കിക്കോണം. ഇനി 1/0.04നെ 1/25 എന്നെടുക്കും. അപ്പം 1/25 ഹോൾ റൈസ് ടു 1.5നെ എങ്ങനെ എടുക്കാം? 1.5നെ 3/2 എന്നെടുക്കാം. 3/2. ഇപ്പം നമ്മുടെ മൈനസും പോയി, ഡെസിമലും പോയി. ഇനി തിരിച്ചിട്ടോണം. നേരത്തെ തിരിച്ചിട്ടാ, ഇനി ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചിടണമെന്ന്, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചിടണം. ഈ 1/25 തിരിച്ചിട്ടാൽ 25, ഈ 1/25 തിരിച്ചിട്ടാൽ 25 ഓൾ റൈസ് ടു 3/2. ഇനി 25നെ 5 സ്ക്വയർ എന്ന് എടുക്കാം. 25നെ എങ്ങനെ എഴുതാം? 5 സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം എൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 റൈസ് ടു 2 ഇൻറ്റു 3/2. 2 ക്യാൻസൽ, 5 റൈസ് ടു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയണം. ഷാനോ ഒന്നും ഇല്ലേ? ഷാനൊക്കെ പണ്ടത്തെ പുലികളായിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നില്ല. ഇപ്പോൾ അവന്മാരും ഒന്നും മിണ്ടുന്നില്ല. ഒരു ആയുഷ്മാനുണ്ട്. ആയുഷ്മാൻ്റെ പേര് വേറെ ഏതാണ്ടാ കേട്ടോ, ഞാൻ മറന്നുപോയി, പക്ഷെ ആളിനെ എനിക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈം നമ്പർ? ഇതൊരു പ്രൈം നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ പ്രൈം നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്? പ്രൈം നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രൈം നമ്പർ ഈസ് ഇൻ ദ ഫോം ഓഫ്, ഇതാ നോക്കി, ഇതൊക്കെ പുതിയ അറിവുകളാണ് കേട്ടോ. പ്രൈം നമ്പർ ഈസ് ഇൻ ദ ഫോം ഓഫ് Rn പ്ലസ് ഓർ മൈനസ് 1. Rn പ്ലസ് ഓർ മൈനസ് 1, 6n പ്ലസ് ഓർ മൈനസ് 1. നോക്കിക്കേ, ഞാൻ നോക്കാം. Rn പ്ലസ് ഓർ മൈനസ് 1 161 കൊടുത്ത് നോക്കാം. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഇട്ടെന്ന് നോക്കുക. അപ്പോൾ പ്ലസ് ആണെങ്കിൽ
RN എന്ന് പറയുന്നത് +1 ആകുമ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ -160. N = 160/6 നടക്കത്തില്ല. എങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ? ഞാൻ ഒറ്റ വരിയിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഇനി അതൊരു കൺഫ്യൂഷൻ ആക്കണ്ട. ഇനി അതൊരു കൺഫ്യൂഷൻ ആക്കണ്ട. ഞാൻ നോക്കിക്കോ. RN +1 ഇട്ടും നോക്കണം, -1 ഇട്ടും നോക്കണം. 161 നോക്കിയേക്കാം. അപ്പോൾ RN = 160 വരും. -1 ആകുമ്പോൾ 160. N = 160/6. അത് നടക്കത്തില്ല. എന്നുവെച്ചാൽ അതല്ലെന്നല്ല. RN -1 കൂടെ നോക്കാം. -1 = 161. RN = 162. N = 162/6. കിട്ടുമോ? അപ്പോൾ അതാ നോക്കിക്കോ. നോക്ക് 162/6 എത്ര കിട്ടും? 2 6 12, 2 6 12, 7 6 42. ഓക്കെ, അടുത്തത് ചെയ്ത് കാണിച്ചു തരാം. അതാ നോക്കിയോ. RN +1 = അടുത്തത് ചെയ്ത് കാണിച്ചു തരാം. ചെയ്ത് കാണിച്ചിട്ട് നോക്കൂ. 373. RN = 372 ആണ് വരുന്നത്. അപ്പോൾ N = 372 എത്രയാണ്? 6. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ വരും 6 6 36 1 62 വരും. ഇനി ഇതാ നോക്കിക്കോ. RN -1 എന്ന് നോക്കിക്കോ. RN -1 എന്ന് പറയുന്നത് എത്രയാണ്? 373 നോക്കാം. RN = 374. അപ്പോൾ എത്ര? N = 374/6. അത് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല തോന്നുന്നു. കാരണം 14 അല്ലേ വരുന്നത്. 373 374 14 അല്ലേ? 6 6 36 ബാക്കി 14 വരും. ഇനി അടുത്ത നോക്കി 221 നോക്കാം. 221 നോക്കാം. എന്താണ് ആൻസർ വരും? ഇപ്പോൾ ഓരോന്ന് വെച്ചിട്ടാണ്. ഇവിടെ നോക്കിക്കോണേ. ഇവിടെ RN -1 ചെയ്തു. RN ഇവിടെ -1 ചെയ്തു. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റി, ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റി, ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല, ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. ഈ പ്രൈം നമ്പർ ഈസ് ഇൻ ദ ഫോം ഓഫ് RN +or -1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്ന ഇക്വേഷനാണ് RN +or -1 എന്ന് പറയുന്നത്. RN +or -1 എന്ന് പറയുന്നത്. അപ്പോൾ RN +or -1 എന്ന് പറയുമ്പോൾ R പ്ലസ് ഇട്ടും ചെയ്യണം, പ്ലസ് ഇട്ടും ചെയ്യണം, മൈനസ് ഇട്ടും ചെയ്യണം, പ്ലസ് ഇട്ടും ചെയ്യണം, മൈനസ് ഇട്ടും ചെയ്യണം, പ്ലസ് ഇട്ടും ചെയ്യുമ്പോൾ മൈനസ് ഇട്ടും ചെയ്യണം. അങ്ങനെ -1. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ RN +1 ഉണ്ട്, RN -1 ഉണ്ട്. +1 ആകുമ്പം ഇവിടെ ഒന്ന് കുറയ്ക്കണം. 160. ഇവിടെ +1 ആകുമ്പോൾ 160/6 വരും. അത് പറ്റത്തില്ല. അവിടെ ആകുമ്പോൾ 162/6 വരും. അത് ചിലപ്പോൾ പറ്റും. 26 12, 2 6 12, 7 6 42, 27 വരും. അതുപോലെ തന്നെ 373 ആകുമ്പം 372/6 വരും. കാരണം 372/6 വരും, 374/6 വരും. അപ്പോൾ ഇത് ഹരിക്കാൻ പറ്റും, ഇത് ഹരിക്കാൻ പറ്റും, ഇത് ഹരിക്കാൻ പറ്റില്ല. ഇനി 220 ആകുമ്പോൾ 222/6 വരും, 221/6 വരും.
ഓക്കെ. അപ്പം 222/6 221/6 222/6 221/6. സത്യം പറഞ്ഞാൽ 373 ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നതെങ്കിലും 373 ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നതെങ്കിലും 161 നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം 372/6 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 162/6 നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ Rn+1 ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. Rn +or-1 പ്ലസ് ഇട്ടും ചെയ്ത് നോക്കണം, മൈനസ് ഇട്ടും ചെയ്ത് നോക്കണം. അപ്പം കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയോ, ഒന്ന് കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയോ, ഒന്ന് കുറച്ചിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രൈം നമ്പർ ആണെന്ന് പറയാം. ഈ ക്വസ്റ്റ്യനകത്ത് 161 പ്രൈം നമ്പറിൻ്റെ വാല്യൂ വരുന്നുണ്ട്, 373 പ്രൈം നമ്പറിൻ്റെ വാല്യൂ വരുന്നുണ്ട്. അപ്പം ഈ 373 എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്നത്. 161 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇതായിട്ട് വന്നതായിരിക്കാം, പക്ഷേ 373 വരുന്നത്. 220 വരുന്നുണ്ടോ? അതിൻ്റെ ഓപ്ഷനകത്ത് എന്തെങ്കിലും വന്ന മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങൾ ഓർത്ത് വെച്ചോണം. എന്തുവാന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തു നോക്കിയില്ല. 220 വരുന്നുണ്ട്. താൻ നോക്കിക്കോ. നമുക്കൊന്ന് എന്തായാലും ലൈവിൽ ഇത്ര സമയം ഉണ്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Rn+1 Rn-1 ഒന്ന് കുറയ്ക്കുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഒന്ന് കൂട്ടുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് കൂട്ടി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് പ്രൈം നമ്പർ. അതല്ലെങ്കിൽ ഇനി ഒന്ന് കുറച്ച് നോക്കുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് വീണ്ടും പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 220 ഏതാണ്ട് 220 ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് ചെയ്ത് നോക്കാം. 220 നോക്കിക്കോ. 220 220 നോക്കി. 220 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 220 നമുക്ക് 6 കൊണ്ടൊന്ന് 221 നോക്കാം. 221 ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഒന്ന് കുറച്ചിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3 18. 220 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 18 4 പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ 437 നോക്കാം. 222 നോക്കാം. 222 നോക്കിക്ക്. 222 ÷ 6. 3 18 4 7 6 42 37 വരുന്നുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 437 നോക്കിക്ക്. 437 437 വരുന്നുണ്ട്. 437 കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്ക്. 437 കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്ക്. എനിക്ക് തോന്നുന്നത് എല്ലാം പ്രൈം നമ്പറാണെന്ന് തോന്നുന്നു എടുത്തിട്ടേക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്നെങ്ങാണോ വല്ലതും ആണോ ക്വസ്റ്റ്യൻ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇതങ്ങനെ എങ്ങാണോ വല്ലതും വന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലേ ഒരു കാര്യം ചെയ്യുന്നതിന് സമയം കളയുന്നത്. ഇപ്പോൾ തന്നെ 5 മിനിറ്റായി. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ക്ലിയർ ചെയ്ത് പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്നോ അങ്ങനെ എങ്ങാണോ ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യട്ടോ. നിങ്ങളൊരു D70 73 73 വരും. എല്ലാവരും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്നോ വല്ലതായിരിക്കും. ഒന്ന് നോക്കിയേക്കാം. എന്തായാലും ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. വെറുതെ സമയം കളയണ്ട. ലൈവ് ക്ലാസ് ആയിരുന്നു, ഞാനത് ക്ലിയർ ചെയ്തിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ആകെ ഇനിയിപ്പോൾ 10-15 മിനിറ്റൂടെ ഉള്ളൂ. വെറുതെ കിടന്ന് എന്തിനാണ് കിടന്നത്. ദ സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് എ ഡയഗണൽ ഓഫ് എ ക്ലോസ്ഡ് ക്യൂബ് ഈസ് 2175 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് ഒരു സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് എ ക്ലോസ്ഡ് ക്യൂബ്. ഒരു ക്യൂബിൻ്റെ ഡയഗണലിൻ്റെ സ്ക്വയർ. ഒരു ക്യൂബിൻ്റെ ഡയഗണലോ അതെന്തുവാ? ക്യൂബിൻ്റെ ഡയഗണൽ. ഞാൻ ക്യൂബൊക്കെ വരച്ച് കാണിച്ചു തരാം. അവിടെ ഞാൻ നോക്കിക്കോ. ഒരു ക്യൂബൊക്കെ സാറ് ഇത്രയും സെറ്റപ്പ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ.
ക്യൂബൊക്കെ ഇപ്പോൾ ഞാൻ വരച്ച് ചെയ്തണ്ട. വേണ്ട ക്യൂബ്. ഒരു ക്യൂബിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പം ഡയഗണൽ ഇപ്പോൾ കണ്ട കാറ്റും വെച്ച് കണ്ടു. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. വേണ്ട ക്യൂബിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പം ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരയ്ക്കുക. ഇതാണ് ക്യൂബിൻ്റെ, അതായത് അങ്ങേ മൂലയ്ക്ക് നിന്ന് ഇങ്ങേ മുകളത്തെ മൂലയ്ക്കിലേക്ക് വരയ്ക്കുന്നതാണ് ക്യൂബിൻ്റെ. അതായത് ഈ മൂലയ്ക്ക് നിന്ന് അപ്പുറത്തെ ഭിത്തിയുടെ അങ്ങേ അറ്റത്തെ മൂലയ്ക്ക് വരയ്ക്കുന്നതാണ് ക്യൂബിൻ്റെ ഡയഗണൽ. ഇത് ക്യൂബിൻ്റെ ഒരു സൈഡ് എ ആണെങ്കിൽ ഈ ക്യൂബിൻ്റെ ഡയഗണൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്യൂബിൻ്റെ ഡയഗണൽ A√3. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഡയഗണൽ ഓഫ് എ ക്യൂബ്, ഡയഗണൽ ഓഫ് എ ക്യൂബ്, ആ പ്രൈം നമ്പറിൻ്റെ ഞാൻ പറഞ്ഞുതരാം, ഇനി അതേ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. A√3. ഒരു ഡയഗണൽ ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു A√3. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് എ ക്ലോസ്ഡ് ക്യൂബ് ഈസ് 2175. അതായത് ദ സ്ക്വയർ ഓഫ് ആരുടെ സ്ക്വയറാ? ഡയഗണലിൻ്റെ സ്ക്വയർ. A√3യുടെ സ്ക്വയർ ആണ് ദ സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് എ, ദ സ്ക്വയർ ഓഫ് ആരുടെ സ്ക്വയറാ? ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് എ ക്ലോസ്ഡ് ക്യൂബ്. ഒരു ക്യൂബിൻ്റെ ഡയഗണലിൻ്റെ ലെങ്തിൻ്റെ, ഡയഗണൽ ഓഫ് ദ ക്യൂബിൻ്റെ ലെങ്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2175 ആണ്. 2175. എന്തുവാ ചോദിച്ചേക്കുന്നത്? വാട്ട് വിൽ ബി ദ ടോട്ടൽ സർഫസ് ഏരിയ? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ അറിയണം 6a². ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ അറിയണം 6a². അതാ നോക്കൂ, ഇവിടെ നോക്കൂ. ഈ A√3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² ഇൻറ്റു √3യുടെ സ്ക്വയർ 3 ഈസ് ഈക്വൽ ടു എന്താണ്? 2175. അപ്പോൾ 3a² ആണ് 2175. നമുക്ക് വേണ്ടത് 6a² ആണ്. 6a² ആവാനായിട്ട് ഇവിടെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 6a² ആവും. അപ്പോൾ അപ്പുറത്ത് ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 6a² ഈസ് ഈക്വൽ ടു, ഇവിടെ 2 കൊണ്ട് 2 10, 7 2 14 1 15, 3 4, 4350 ആണ് വരുന്നത്. 4350 ആണ് വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞേക്കാം, അതങ്ങ് ക്ലിയർ ആവട്ടെ. മനസ്സിലാക്കേണ്ട കാര്യം, ഡയഗണൽ ഓഫ് എ ക്യൂബ് A√3 അതാണ് മനസ്സിലാക്കേണ്ടത്. ദ സ്ക്വയർ ഓഫ് ആരുടെ സ്ക്വയർ? ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് എ ക്ലോസ്ഡ് ക്യൂബ്. ഡയഗണലിൻ്റെ ലെങ്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2175. ഇതിൻ്റെ സ്ക്വയർ എന്നെടുത്ത് A² ഇൻറ്റു √3യുടെ സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഈസ് ഈക്വൽ ടു 2175. ചില ആൾക്കാർ ഈ 3 അവിടെ കൊണ്ടുവന്ന് ഗുണിച്ച് ഇൻറ്റു 2, അതൊക്കെ വേണ്ട, അതൊക്കെ സമയം പോകുന്നത്. 3a² ആണ് ഇവിടെ വരുന്നത്, ഈസ് ഈക്വൽ ടു 2175. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടെത്താം? 6a². ഇവിടെ 3a² ഉണ്ട്. 6a² ആവണമെങ്കിൽ ഇവിടെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ അപ്പുറത്തും 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 6a² ഈസ് ഈക്വൽ ടു 2 10, 7 2 14 1 15, 1 2 2 1 3 4, 4350 ആണ് വരുന്നത്. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? എന്തെങ്കിലും ഒന്നും പറയടാ, ക്ലിയർ ആണോ? ഇതൊക്കെ PYQ. Yes, next question. Rema walks to her office 5 kilometers from her home in the morning. She covers a distance 1 hour. She covers this distance in 1 hour. While returning home, she takes 15 minutes more than to cover the same distance. എന്തുകൊണ്ടത്? Find the average speed. പറഞ്ഞോ.
പറഞ്ഞോന്ന് പറയാം, സാർ എന്തെങ്കിലും ഒന്ന് പറയില്ലേ? ഞാൻ പറയാം, നിങ്ങൾക്കുള്ള സമയമാണ്, ഇത് റിവിഷൻ ക്ലാസ് ആണല്ലോ, നിങ്ങൾക്ക് ചെയ്യാം. കിട്ടിയോ? ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതാദ്യം പറ. ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇപ്പം രമയുടെ വീട് ഇതാണ്, ഇത് ഓഫീസാണ്, ഇത് 5 കിലോമീറ്റർ ദൂരമുണ്ട്. 5 കിലോമീറ്റർ അങ്ങോട്ട് ആ പെണ്ണ് 1 മണിക്കൂർ കൊണ്ടുപോയത്. ഷീ കവേഴ്സ് ഇൻ ദ മോർണിംഗ് ഷീ കവേഴ്സ് ഇൻ 1 hour. ഇനി തിരിച്ചു ആ പെണ്ണ് വരും, വീട്ടിലോട്ട് തിരിച്ചു വരണ്ട, അല്ലെങ്കിൽ പ്രശ്നമില്ലയോ? അപ്പോൾ തിരിച്ചു വന്നു, അതെത്ര? 5 കിലോമീറ്റർ തന്നെയാണ്. എത്ര മണിക്കൂർ കൊണ്ടാണ്? 15 മിനിറ്റ്സ് മോർ, 15 മിനിറ്റ് കൂടുതലെടുത്തു. അതായത് 1 മണിക്കൂറും 15 മിനിറ്റും എടുത്തു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തോ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്ററാണ്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാലോ 1 മണിക്കൂർ അങ്ങോട്ട്, 1 മണിക്കൂർ 15 മിനിറ്റ് ഇങ്ങോട്ട്. അപ്പം 2 + 15 മിനിറ്റ്, 2 മണിക്കൂറും 15 മിനിറ്റ്. ഇത് പറ്റത്തില്ല. 2 + 15 മിനിറ്റിനെ 15 ഡിവൈഡഡ് ബൈ 60 എന്ന് എഴുതേണ്ടി വരും. കാരണം അത് അവറിനോട്ട് മാറ്റണം. അതായത് 2 + 1/4. 2 + 1/4. അപ്പോൾ സമയം എത്ര? 9/4. ഓക്കെ, ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് 10 ആണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് 10 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ 9/4. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. 10 × 4 ഡിവൈഡ് ബൈ 9. 10 × 4 ഡിവൈഡ് ബൈ 9 എത്ര വരും? നാൽപ്പത് ബൈ 9. 9 × 4 36, ശിഷ്ടം 4 ഡിവൈഡ് ബൈ 9. 4/9. 9 × 4 36, 4 40/9. ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ലേ? 40 ഡിവൈഡ് ബൈ 9. 9 × 4 36, 4 പിന്നെ ഈ 4 വീണ്ടും ഡിവൈഡ് ചെയ്യണം. 4/9. അതാണ് അതിൻ്റെ ആൻസർ. ഇത് ക്ലിയറായോ? ഇതൊക്കെ ചോദിച്ചേ. ഇത് വലിയ പ്രശ്നമൊന്നുള്ള കണക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ്, in a class of 30 students, average mark of 12 students are 80 and average of the remaining is 75. What is the average of the whole class? എത്ര വരും?
ഇതാണ്ട് നോക്കിയോ, ആവറേജ് രണ്ട് രീതിയിൽ ഞാൻ ഇത് ചെയ്തു തരാം. ഏതെങ്കിലും എടുത്തു, കുഴപ്പമൊന്നുമില്ല. ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ. സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. സം കണ്ടുപിടിക്കാം. 30 പിള്ളേരുടെ ആവറേജ് എന്ന് പറയുന്നത് 12ആണ്. 30 പിള്ളേരുടെ ആവറേജ് എന്ന് പറയുന്നത് 12ആണ്. അപ്പോൾ 30 പിള്ളേരുടെ ആവറേജ് 30 പേരുടെ അത് ആവറേജ് 12. അങ്ങനെയാണെങ്കിൽ സം എത്ര ആയിരിക്കും? 360. ഇനി അടുത്തത് 80 പിള്ളേരുടെ ആവറേജ് 80, sorry, in a class of 30 students, the average mark of 12 students are 80. Sorry. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതിൻ്റെ മിസ്റ്റേക്കാണ്. ബാക്കിയെല്ലാം ശരിയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയോ, 30 സ്റ്റുഡൻസിനകത്ത് 12 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 80ആണ്. 12 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 80ആണ്. ദ ആവറേജ് മാർക്ക് ഓഫ് 12 സ്റ്റുഡൻസ് ആർ 80. 12 പേരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 80 ഇൻറ്റു 12. എത്ര? 80 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ സം എത്ര വരും? സം ഈസ് ഈക്വൽ ടു 0.82 16 96. ഇനി അടുത്ത എന്താ പറഞ്ഞത്? റിമൈനിങ് സ്റ്റുഡൻറ്റ് അടുത്ത സം കണ്ടുപിടിക്കുക. സം ഈസ് ഈക്വൽ ടു റിമൈനിങ് സ്റ്റുഡൻറ്റ് 12ഉം 8ഉം 20 18. ബാക്കി 18 പേരുടെ ആവറേജ്. ഈ 30 പേരിനകത്ത് ഇനി 18 പേരുടെ ആവറേജ്. 18 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 75ആണ്. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി ഇനി ഇത് ഗുണിക്കണം, ഇനി അത് കൂട്ടണം, വീണ്ടും ഗുണിക്കണം, അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ കാണിച്ചു തരാം, ഞാൻ കൊണ്ടുതരാം മെത്തേഡ്. ഇതാ നോക്കിക്കോ. ആദ്യത്തെ ആവറേജ് ഇവിടെ എഴുതാം. ആവറേജ് 1, ആവറേജ് 2. ആദ്യത്തെ ആവറേജ് എത്രയാണ്? 80. രണ്ടാമത്തെ ആവറേജ് എത്രയാണ്? 75. ആദ്യത്തെ എത്ര പേരുടെ ആവറേജ് ആയിരുന്നു? 12 പേരുടെ ആവറേജ് ആയിരുന്നു. അപ്പോൾ ബാക്കി എത്ര ആയിരിക്കും? 18 പേരുള്ളത്. കാരണം 30 പേരല്ലേ മൊത്തം. ഇതങ്ങോട്ടൊന്ന് വെട്ടിച്ചെറുതാക്കിക്ക്. ഇത് വെട്ടിച്ചെറുതാക്ക്. 6 കൊണ്ടാകുമ്പോൾ 2, 6 കൊണ്ടാകുമ്പോൾ 3. ഇതാണ്ടേ ഇങ്ങോട്ട് കൂടണം, ഇതിൽ നിന്ന് ഏത് കുറയ്ക്കുമ്പോഴാണ്? വേണ്ട, ഇങ്ങോട്ട് കൂടണം, ഇങ്ങോട്ട് കുറയണം. ഇത്ര പറഞ്ഞു മനസ്സിലായി? ഇത് അലിഗേഷൻ മെത്തേഡാണ്. അലിഗേഷൻ മെത്തേഡ്. ആരുടെയൊക്കെ ഡിഫറൻസ് തമ്മിലാണ് ഈ 2 വരുന്നത്? ഇങ്ങോട്ട് വരുന്നത് ഡിഫറൻസ് 2 ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഡിഫറൻസ് 2 ആണ്. ഏതെങ്കിലും നോക്കിക്കോ. ഇങ്ങോട്ട് വരുമ്പോൾ ഡിഫറൻസ് ഏതൊക്കെയോ 2 സംഖ്യയുടെ ഡിഫറൻസ് 2 ആണ്. താഴോട്ട് നോക്കിക്കോ, ഇവിടെ ഡിഫറൻസ് 2 ആണ്. 77ൻ്റെയും 75ൻ്റെയും ഡിഫറൻസ് അല്ലേ 2? നോക്കിക്കേ, ഇത് നോക്കിക്കേ. ഇനി ഇങ്ങനെ നോക്കിയാലോ, ഏതൊക്കെ സംഖ്യയുടെ ഡിഫറൻസ് ആണ് 3? ഒരെണ്ണം 80 ആണ്, ഒരെണ്ണം എത്ര ആയിരിക്കും? 77 ആയിരിക്കും. ആൻസർ 77. കിട്ടി. അലിഗേഷൻ മെത്തേഡ് ചെയ്യാം. ഇനിയിപ്പം ഇത്രയൊന്നും എഴുതാതെ തന്നെ ചെയ്യാം. ദാ നോക്കിക്കോ. ആദ്യത്തേത് 80 ആയിരുന്നു, രണ്ടാമത്തേത് 75 ആയിരുന്നു, 12 പേരുടേതായിരുന്നു, 18 പേരുടേതായിരുന്നു. എന്ത് ചെയ്യണം? ചെറുതാക്കണം. ചെറുതാക്കുക. 6 കൊണ്ടാകുമ്പം 2, 3. ഇത് നോക്കിക്കേ, 80ഉം വേറൊരു സംഖ്യയുടെ ഡിഫറൻസ് ആണ് 3. 77. തിരിച്ചുകൂടെ നോക്കണം. 75 77ൻ്റെ ഡിഫറൻസും 2 ആണ്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 77. അല്ലാതെ അവിടെ കിടന്ന് ഗുണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The sum of money becomes 9/4 times principal after 2 years at a certain rate of interest, compounded annually. What will be the rate of interest per annum?
A sum of money becomes 9/4 times of principal after 2 years. A sum of money പ്രിൻസിപ്പാൾ ആയിരിക്കും, ബിക്കംസ് സം ഓഫ് മണി എന്ന് പറഞ്ഞ എമൗണ്ട്, അതായത് പ്രിൻസിപ്പാളിൻ്റെ 9/4 ടൈംസ് ആയെന്ന് പറയുന്നു. പ്രിൻസിപ്പാളിൻ്റെ 9/4 ടൈംസ് ആയി എമൗണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പാളിൻ്റെ 9/4 ടൈംസ് ആയി എമൗണ്ട് എന്നാണ്. ശ്രദ്ധിച്ചോണേ, പ്രിൻസിപ്പാളിൻ്റെ 9/4 ടൈംസ് ആയി മാറി ആര് എമൗണ്ട് എന്ന് പറയുന്നു. ഓക്കെ, 2 years ആണ്. അതൊക്കെ പിന്നെ 9p = 4a എന്ന് ഞാൻ പറയും. 9p = 4a. ഇനി p/a എന്ന് പറഞ്ഞാലോ, p/a 4/9. ഇപ്പം പ്രിൻസിപ്പാൾ 4, എമൗണ്ട് എത്ര? 9. ദാണ്ട നോക്കിക്കോ, എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എമൗണ്ട് ഈസ് ഈക്വൽ ടു p × 1 + r/100 ഹോൾ റൈസ് ടു n. ഇതിനെ വീണ്ടും ഒന്നുകൂടെ മാറ്റി എഴുതാം. എമൗണ്ട് ഈസ് ഈക്വൽ ടു p × 100 + r / 100 ഹോൾ റൈസ് ടു n. തീർന്ന പരിപാടി. എമൗണ്ട് എത്രയാണ് ഇവിടെ? 9 ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പാൾ എമൗണ്ട് എത്രയാണ് ഇവിടെ? 4 × 100 + r. 100 + r എന്ന് പറഞ്ഞാൽ 100 + r / 100. n എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കാണ്. ഇച്ചിരി ഇവിടെ നീക്കി വെക്കാം. നോക്കിക്കോ, 9 ഈസ് ഈക്വൽ ടു 4 × 100 + r സ്ക്വയർ / 100 സ്ക്വയർ. ഓക്കെ, ഇനി 100 + r എങ്ങനെ കണ്ടുപിടിക്കുക? 100 + r the whole square is equal to 9 × 100 സ്ക്വയർ. കാരണം ഈ 100 സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ ഈ 100 സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ × 100 ആയിട്ട് മാറും. ഇനി ഇവിടെ ഒരു 4 / 4. വേണ്ട, ഈ 100 സ്ക്വയർ ഇപ്പുറത്ത് പോയി × ആയി, ഈ 4 ഇവിടെ വന്ന് ഡിവൈഡായി. ഇനി ഇതിൻ്റെ സ്ക്വയർ ഒന്ന് എടുത്താലോ, ഇതിൻ്റെ റൂട്ടൊന്ന് എടുത്താലോ. 100 + r സ്ക്വയർ പോയി. സ്ക്വയർ പോകുമ്പോൾ അപ്പുറത്ത് റൂട്ട് എടുക്കണം. 9ൻ്റെ റൂട്ട് എത്ര? 3 × 100 സ്ക്വയറിൻ്റെ റൂട്ട് എത്ര? 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ √100 × 100. അപ്പോൾ ഒരു 100 എടുത്താൽ മതി. 100 / 4ൻ്റെ റൂട്ട് എത്രയാണ്? 2. 100 + r എന്ന് പറയുന്നത് 150 വരും, കാരണം 300/2. അപ്പോൾ r എന്ന് പറയുന്നത് 150 - 100, അതായത് 50% വരുന്നത്. ക്ലിയർ ആണോ? ആരെയും കാണുന്നില്ല, എല്ലാവരും പുകഞ്ഞ് ഓടിയെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞേക്കാം, നോക്കിക്കോ. എന്തോ കഥ പറഞ്ഞേക്കുന്നേ, എൻ്റെ അമ്മ കണക്കങ്ങ് മൂളിപ്പോയിരിക്കുമെന്ന്. അവിടെ ഇരിക്കട്ടെ, നോക്കിക്കോ, ലൈൻ ബൈ ലൈൻ നോക്കിക്കോ. എ സം ഓഫ് മണി ബിക്കംസ് 9/4 ടൈംസ് ഓഫ് പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാളിൻ്റെ 9/4 ആയെന്ന് ഏതോ ഒരു എമൗണ്ട്. ഇതിൻ്റെ റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം. 9p = 4a എന്ന് വരും. ഇനി p/a എന്ന് പറഞ്ഞേ, p/a 4/9. അതായത് പ്രിൻസിപ്പാൾ എമൗണ്ട് 4, എമൗണ്ട് എത്രയാണ്? 9. എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? p × 1 + r/100 ഹോൾ റൈസ് ടു n ആണ് എമൗണ്ട്. ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതിയേക്കാം. p × 100 + r / 100 ഹോൾ റൈസ് ടു n is equal to a. ഇനി ഇവന്മാരെല്ലാം കൂടെ പെറുക്കി കൊടുത്തേ. പ്രിൻസിപ്പാൾ എമൗണ്ട് എത്രയാണ്? 4 × 100 + r അറിയത്തില്ല, 100 + r / 100
ഹോൾ സ്ക്വയർ 2 വർഷത്തെ കഥയാണ്, അതുകൊണ്ടാണ് 2 years വരുന്നത്. സീക്വൽ ടു എമൗണ്ട് എത്രയാണ്? 9. തീർന്ന് 4 ഇൻറ്റു 100 പ്ലസ് ആറിൻ്റെ സ്ക്വയർ 100 പ്ലസ് ആറിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 100 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. തീർന്നു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്. 100 പ്ലസ് ആറിൻ്റെ ഹോൾ സ്ക്വയർ 9 ഇൻറ്റു ഈ 100ൻ്റെ സ്ക്വയർ അവിടെ പോയി ഇൻറ്റു ആവും. 100ൻ്റെ സ്ക്വയർ എത്രയാടാ? 10,000. അതാണ് ആ 10,000 കേട്ടോ. ഈ 100ൻ്റെ സ്ക്വയർ അപ്പുറത്ത് പോയി ഗുണിച്ച 10,000. ഇവിടെ 4 ഇൻറ്റു ആണ്, അവിടെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇനി സ്ക്വയർ പോട്ടെ. 100 പ്ലസ് ആറ് സ്ക്വയർ പോകുമ്പോൾ അപ്പുറത്ത് എന്തോ വരും? റൂട്ട് എടുക്കണം. 9ൻ്റെ റൂട്ട് 3, 10,000ൻ്റെ റൂട്ട് 100, 4ൻ്റെ റൂട്ട് 2. ദാറ്റ് ഈസ് എന്താ കിട്ടുന്നു? 100 പ്ലസ് ആറ് എന്ന് പറയുന്നത് 300/2 വരും. അതായത് 100 പ്ലസ് ആറ് എന്ന് പറയുന്നത് 150. ആർ ഈസ് ഈക്വൽ ടു 150 മൈനസ് 100 എത്ര? 80. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് cos സ്ക്വയർ a by 1 minus sin a is equal to y. ഒന്നുകൂടെ എഴുതിയേക്കാം. cos സ്ക്വയർ a divided by 1 minus sin a is equal to y. Then what is the value of y? y എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയാവിടെ ആർക്കെങ്കിലും? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എത്ര ആയിരിക്കും ഇവിടെ? ഞാൻ തന്നെ തോന്നുന്നു നിങ്ങളെ ട്രിഗണോമെട്രി പഠിപ്പിച്ചത് 1. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ എ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1. അത് ഒരു ട്രിഗണോമെട്രിക് റൂളാണ്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1. ഇനി കോസ് സ്ക്വയർ എ എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ എ ഇട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ എ. ഇതാ ഇവിടെ കൊടുക്കാം. ഈ കോസ് സ്ക്വയർ എക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ എ, കോസ് സ്ക്വയർ എക്ക് പകരം ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ. അയ്യോ, ഇനി എന്തോ ചെയ്യും? എടാ ഏതാണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈ 1നെ 1 സ്ക്വയർ എന്ന് ഞാൻ എഴുതി കേട്ടോ. 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ. 1നെ 1 സ്ക്വയർ എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ രണ്ടെണ്ണത്തിൻ്റെ സ്ക്വയർ ഡിഫറൻസ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പറയടാ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതാണ്ട രണ്ടെണ്ണത്തിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആ വന്നിരിക്കുന്നത്. രണ്ടെണ്ണത്തിൻ്റെ സ്ക്വയർ ഡിഫറൻസ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതാ ഇങ്ങോട്ട് നോക്കി ആൻസർ കിട്ടി. എ പ്ലസ് ബി 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ. അതാണ്ട് ഇത് രണ്ടും കൂടെ അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. 1 പ്ലസ് സൈൻ എ, 1 പ്ലസ് സൈൻ എ, വൈ ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കോസ് സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. എക്ക് പകരം എക്സ് ആയിരിക്കും പഠിച്ച കുഴപ്പമൊന്നുമില്ല. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. ഈ കോസ് സ്ക്വയർ എക്ക് പകരം കോസ് സ്ക്വയർ ഇവിടെ കിടക്കട്ടെ. ഈ സൈൻ സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എ കൊടുത്തേരെ. 1 മൈനസ് സൈൻ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എ. 1 മൈനസ് ഈ 1നെ 1 സ്ക്വയർ എന്ന് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ. രണ്ടെണ്ണോടെ ക്യാൻസൽ ആയി പോകുമ്പോൾ 1 പ്ലസ് സൈൻ എ.
ഓക്കെ. അപ്പോൾ വീണ്ടും ചോദ്യങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഇത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, മെൻ്റലി ഫിസിക്കലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹാർഡ് വർക്ക് വേണം, അത് ഫിസിക്കലിലായിരിക്കണം. സ്മാർട്ട് വർക്ക് വേണം, അത് മെൻ്റലി സ്മാർട്ട് വർക്കായിരിക്കണം. വീണ്ടും കാണാം.